കാണാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉണ്ടൊരു കഥ പടമായി കാട്ടാൻ. പയ്യന്മാരുടെ പടമാണേലും ന്യൂജൻ ഫിലിമായി കാണരുതിനെ. അതാ സ്ക്രീനിലേക്ക് നോക്കൂ. അവിടെ നിൽക്കുന്നു മിസ്റ്റർ സോക്സ് കുമാർ, നമ്മുടെ കഥാനായകരിൽ ഒരാൾ. ഒപ്പം ഭീകരന്മാരായ സിൽബന്ദികളും. തിരിച്ചിട്ടാലും മറച്ചിട്ടാലും പേരുമാറാത്ത AKVKAയുടെ അഥവാ ഓൾ കേരള വാടക കൊല്ലാളി അസോസിയേഷന്റെ വാർഷിക തെരഞ്ഞെടുപ്പ് വേളയിൽ വാടക കൊല്ലയാളികൾക്ക് ആസ്വദിച്ച് ജീവിക്കാനും ആകമാന ക്ഷുദ്രജീവികളെ തുരത്തി പൂളിവിടാനുമായി രാപ്പകൽ പ്രയത്നിക്കുന്ന തന്നെ സ്വയം വിജയിപ്പിക്കാൻ അഘോരം പരിശ്രമിക്കുകയാണ് മിസ്റ്റർ സോക്സ് കുമാർ. അപ്പോൾ അതാ അവിടേക്ക് കടന്നു വരുന്നു ഒരു ഹെൽമെറ്റ് ധാരി. അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകരിൽ രണ്ടാമൻ ശാശ്വത നമ്പൂതിരി. നോം സോക്സ് കുമാറിനെ തിരക്കി വന്നതാണ്. പറ ബ്രോ, എന്താണ് സീൻ? ഒരു ശത്രു സംഹാരം, ഭാര്യ കാമുകൻ, അമ്മായിയപ്പൻ, സ്വന്തം അപ്പൻ, കൂട്ടുകാരൻ. ശിവ ശിവ, ഇവരൊന്നുമല്ല, ഒരു അമ്പല കമ്മിറ്റി പ്രസിഡന്റ്, അത്ര തന്നെ. കട്ടു തിന്നാൻ ആ കശ്മലൻ സമ്മതിക്കുന്നില്ല അല്ലേ? ഏഭ്യൻ, നോം പൂജ പഠിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. നോമിന് പൂജ അറിയോ? അതൊക്കെ കഷ്ടം തന്നെ. ഓക്കെ, പണിക്ക് 1,00,000 രൊക്കം. അത് അധികമല്ലേ? ബിസിനസ് ഇപ്പൊ പൊളിയാണ് ബ്രോ. കൊട്ടേഷൻ പണിക്ക് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഭായിമാരെ ഇറക്കുമതി ചെയ്യണം. മലയാളികൾക്ക് ഇപ്പൊ പഴയ പോലെ പൂളാൻ ഇൻട്രസ്റ്റ് ഇല്ല. നീ പിന്നെ ഭായിമാരാകുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ മതിയല്ലോ, ബാക്കി എന്റെ പോക്കറ്റിൽ. അപ്പോ ഇവറ്റകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. അങ്ങനെ പൂളേണ്ട ആളെയും നിശ്ചയിച്ച് വിലയുമായി സോക്സ് കുമാറും ശാശ്വതൻ നമ്പൂതിരിയും പ്രസിഡന്റിനെ എങ്ങനെ തട്ടാം എന്നായി ആലോചന. ഒടുവിൽ പ്രസിഡന്റിനു ഏറ്റവും വിലപ്പെട്ട, അതില്ലെങ്കിൽ താൻ ഇല്ലെന്നു പറയുന്ന ആ കൊമ്പൻ മീശ തന്നെ അറുത്തു മാറ്റണമെന്ന് ശാശ്വതൻ നമ്പൂതിരി മുഷ്ടി ചുരുട്ടി വിളിച്ചു പറഞ്ഞു. അങ്ങനെ പൂളേണ്ട അവയവം തീരുമാനിച്ചുറപ്പിച്ച് ഇനി എന്നാണ് ആ സത്കർമ്മം ചെയ്യേണ്ടത് എന്നതായി അടുത്ത ചർച്ച. തിങ്കൾ പറ്റില്ല, സോക്സ് കുമാറിന് PTA മീറ്റിംഗ്. ചൊവ്വ ശാശ്വത നമ്പൂതിരിയുടെ വേലി. ബുധൻ കൊച്ചി മെട്രോ ഉദ്ഘാടനം. വ്യാഴം ഒരു മുൻ കൊട്ടേഷൻ നേതാവിനെ തട്ടിയതിന്റെ ഓർമ്മ പുതുക്കലും ആഘോഷവും. വെള്ളി ദുബായിലൊരു ഷെയ്ഖിന്റെ വീട്ടിൽ പൂളൽ. ശനി AKVKയ്ക്ക് പൊതു അവധി. ഞായർ സോക്സ് കുമാറിന് സകുടുംബം ക്ഷേത്ര ദർശനം. എന്ത് എല്ലാ ദിവസവും അസൗകര്യം? ഇനി എന്ന്? ഒടുവിൽ സോക്സ് കുമാർ വിളിച്ചു പറയുന്നു, ബുധൻ കൊച്ചി മെട്രോ ഉദ്ഘാടിക്കുന്ന ശുഭമുഹൂർത്തത്തിൽ പ്രസിഡന്റിന്റെ കൊമ്പൻ മീശ പൂളും. അങ്ങനെ ബുധൻ ഉറപ്പിക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം. ഒപ്പം ഒരുപാട് നേരം തലപുകഞ്ഞ് ആലോചിച്ചതിന്റെയും ചർച്ച നടത്തിയതിന്റെയും ക്ഷീണവും. ശാശ്വതൻ ഇനിയിട്ട് അച്ചാരം കൊടുക്കാൻ ഒരുങ്ങി. സിൽബന്ദികൾ തൊഴുതു നിൽക്കുന്നു. സോക്സ് കുമാർ ആർത്തിയോടെ അച്ചാരം കൈപ്പറ്റുന്നു. തന്റെ ശത്രുവിന്റെ മീശ അരിയുന്ന സുന്ദര നിമിഷങ്ങളെക്കുറിച്ചോർത്ത് സന്തോഷത്തോടെ ശാശ്വതൻ നമ്പൂതിരി പണം കൈമാറി. ആ സമയം ഒരു സിൽബന്ദിയുടെ ഫോൺ ശബ്ദിക്കുന്നു. ഫോണിലൂടെ ആ വാർത്ത കേട്ട് അയാൾ ഞെട്ടുന്നു. മറ്റുള്ളവർ ആകാംക്ഷയോടെ അയാളെ തുറിച്ചു നോക്കുന്നു. ബുധനാഴ്ച ഹർത്താൽ. ഒരു വക